തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് റിപ്പോർട്ട്. DGPക്ക് ADGP MR അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ബോധപൂർവമായ അട്ടിമറിയോ ഗൂഢാലോചനയോ ഇല്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ കുറ്റപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീലങ്കയുടെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റ് ആകാനൊരുങ്ങി അനുരാഗ് കുമാര ദിസനായകെ. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 45% വോട്ട് നേടി നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ ദിസനായകെ ലീഡ് ചെയ്യുന്നു. 29% വോട്ട് നേടി പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ രണ്ടാം സ്ഥാനത്താണ്. ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടി നൽകിയ പരാതിയിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചെന്ന് അന്വേഷണ സംഘം. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചെന്ന പരാതിക്കാരുടെ മൊഴി ശരിവെക്കുന്നതാണ് ഈ തെളിവുകളെന്ന് അന്വേഷണ വൃത്തങ്ങൾ അറിയിച്ചു. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രതിരോധ നിര താരം മിലോസ് ഡ്രിൻസിച്ച് ആകും ഇന്നും ടീമിനെ നയിക്കുക.